ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീന ജോസ്. ഞാൻ ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. കറൻ്റ്ലി ഞാൻ UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. അതിനുശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പിള്ളേർ വളർന്നു വരുന്നു. അങ്ങനെ വെളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അതുമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 ഫെബ്രുവരിയിലാണ്. അന്ന് കുടുംബസമേതം ഹസ്ബൻഡ്, 3 മക്കൾ, അനിയത്തി സിസ്റ്ററാണ്, പിന്നെ എൻ്റെ ചാച്ചൻ, അമ്മ, ഞങ്ങളെല്ലാവരും വന്നാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു എനിക്ക് വെളിയിൽ പോകണമെന്ന്. അത് പ്രകാരം എനിക്ക് UK പോകാനായിട്ട് ഒരവസരം കിട്ടി. അങ്ങനെ ഞാൻ UK പോയി. അവിടെ ചെന്ന് എനിക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവിനോട് എനിക്ക് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപം ഭിത്തിയിൽ ഇങ്ങനെ കാണുക. ഒരു A4 സൈസ് പേപ്പറിൻ്റെ വലുപ്പത്തിൽ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ രൂപം ഇങ്ങനെ കാണുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വർഗത്തോളം എത്തി. അങ്ങനെ എനിക്ക് 2 മിനിറ്റ് നേരം ഞാൻ അങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൊട്ട് മാതാവിൻ്റെ രൂപത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായി. പിന്നീട് എനിക്ക് മുന്നോട്ട് എൻ്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി, തടസ്സങ്ങളെല്ലാം മാറി നല്ലവണ്ണം ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്നും അങ്ങനെ ചെയ്തു പോകുന്നു. അവിടെ ചെന്ന് ഓക്സി എന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. ഈ ഓസ്കി ടഫായിട്ടുള്ള ഒരു എക്സാമാണ്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും കാശ്രൂപവും കൊണ്ടുപോയി അവിടെ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എക്സാം 27 എന്ന ഡേറ്റിലായിരുന്നു. ഞാൻ 1 മാസം മുമ്പേ എനിക്ക് 30 എന്ന് രാവിലെ ഒരു ദിവസം എണീറ്റപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല അത് എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ ഈ എക്സാം ഒരു 27-നായിരുന്നു. ഞങ്ങൾ 24 പേര് എഴുതിയ എക്സാം. ഫസ്റ്റ് അറ്റംപ്റ്റ് 2 പേരാണ് പാസ്സായത്. അതിലെനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ അമ്മ അനുഗ്രഹം തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത്, ഞാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്. അപ്പോൾ എല്ലാവരും പോയി. ഒരു 12 ദിവസം കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയത്. അപ്പം കുറച്ച് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ഏകദേശം ഒരു 350 പൗണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അത്രയും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയല്ലേ ഇത്രയും ദിവസത്തെ. അപ്പോൾ എന്നോട് പറയുവാണ്, നീ ഒരു ഇമെയിൽ ചെയ്യുക അവർക്ക്. അങ്ങനെ ഞാൻ അത് പ്രകാരം ഒരു ഇമെയിൽ ചെയ്തു. അങ്ങനെ അവർ അതെനിക്ക് 0 ബില്ലായി തന്നു. അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് മാറി എനിക്ക് അടുത്ത ഒരു അക്കോമഡേഷൻ കിട്ടി. അപ്പോൾ ഞാൻ എന്നും ആ വഴി പാസ് ചെയ്യുമ്പോൾ ഞാൻ എന്നും ഓർക്കുമായിരുന്നു, പരിശുദ്ധ അമ്മേനെ എനിക്ക് ഈ വീട്ടിൽ വെച്ച് കാണാൻ അനുഗ്രഹം കിട്ടിയല്ലോ എന്ന്. അതാണ്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് 2 വസ്തുക്കൾ വിൽക്കാതെ കിടപ്പുണ്ടായിരുന്നു. അതിന് ഇവിടെ വന്ന് വസ്തുവിൻ്റെ രേഖകളെല്ലാം വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ചെറിയ കാശ് രൂപം തന്നു വിട്ടു. അത് വസ്തുവിൽ കൊണ്ടുപോയി ഇടാനും അവിടെ ഉടമ്പടി വസ്തുവായ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 6 മാസത്തിനകം ആ വസ്തു 2ഉം വിറ്റുപോകുവാനും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് കുറേ ഷട്ടറുകൾ ഉണ്ടായിരുന്നു. അത് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഷട്ടറുകളെല്ലാം വാടകയ്ക്ക് പോകുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി കിട്ടി. ഇതിന് 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ US-ൻ്റെ ഒരു NCLEX-RN ഒരു എക്സാം എഴുതി. അത് 5-6 പ്രാവശ്യമൊക്കെ ഒരു എഴുതുമ്പോഴാണ് പാസ്സാകുന്നത്.
അത് അമ്മയുടെ കാശ്രൂപം കൊണ്ടുപോയി ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശു വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5 മണിക്കൂറുള്ള ആ എക്സാം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകുവാനായിട്ട് സാധിച്ചു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഇതൊക്കെയാണ് എനിക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഇനി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ചാച്ചൻ കിഡ്നി പേഷ്യൻ്റായിരുന്നു, ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാനത് ഡയാലിസിസ് രോഗികൾ, ചാച്ചൻ മരിച്ചു 1 വർഷമായപ്പോൾ. അപ്പോൾ ഡയാലിസിസ് രോഗികൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായവർക്കും എനിക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ അനാഥാലയത്തിൽ പോകാനും ശുശ്രൂഷ ചെയ്യുവാനും ചെറിയ സഹായങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. അത് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ പരമാവധി സാക്ഷ്യങ്ങൾ കേൾക്കും. സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും. പിന്നെ ചെയ്യുന്നത് കുർബാനയിൽ പരമാവധി സംബന്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. കുമ്പസാരം നടത്താറുണ്ട്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധനയിൽ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇതിനെല്ലാം ഒരു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഉടമ്പടി ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 33-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ഷീന എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ അവർ ഏറ്റുപറഞ്ഞത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചതിനെക്കുറിച്ചാണ് മകളിവിടെ ഏറ്റുപറഞ്ഞത്. NX ക്ലാർ, അതുപോലെ തന്നെ ഉസ്കി, ഈ പരീക്ഷകളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മ എത്രമാത്രം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ യോഗ്യത കൊണ്ടല്ല ഇതൊന്നും പാസ്സായതെന്ന്, പക്ഷേ അതെല്ലാം പരിശുദ്ധ അമ്മ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് 30 എന്ന ഡേറ്റ് കൊടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ മകളെ പരീക്ഷയ്ക്ക് തന്നെ ഒരുക്കിയിരുന്നത്. 27-ാം തീയതി പരീക്ഷ എഴുതുമ്പോൾ 30 എന്ന ഡേറ്റ് വളരെ 1 മാസം മുൻപ് തന്നെ മകളെ കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം നിൻ്റെ പരീക്ഷ എഴുതുന്നത് നീയല്ല, ഞാനാണ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല നീ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി UK വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു അപ്രൂവലാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് 30 എന്ന ഡേറ്റിലൂടെ വെളിപ്പെടുത്തി കൊടുത്തത്. നമുക്കറിയാവുന്നതുപോലെ ഉടൻ പരിഹാരമായ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ടു പോയിട്ടില്ല. എപ്പോഴെങ്കിലും നാം ദൈവത്തെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഉടമ്പടി ഇനി ചെയ്യുകയില്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മെ എവിടെയെങ്കിലും ലാഗ് ചെയ്യേണ്ടി വരുമ്പോൾ, ഉടമ്പടിയുടെ ആ നിയോഗങ്ങൾ സാധിക്കാതെ വരുമ്പോഴെല്ലാം നമ്മൾ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ജോസഫ് അച്ഛൻ നമ്മെ അറിയിക്കാറുണ്ട്. നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വലിയ ഓഫറാണ് നൽകാനിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷീനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവരുടെ 2 സ്ഥലത്തിൻ്റെ വിൽപ്പനയായാലും അതുപോലെ തന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്യുവാനും പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഉൾപ്രേരണയും ഗൈഡൻസും കൂടെ നടന്നുകൊണ്ട് അമ്മ അവരെ സമീപിത്താൽ അവരെ സഹായിക്കുകയായിരുന്നു. ഷീന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ചുമരിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. ഒരല്പസമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് വളരെ വ്യക്തമായി കാണുവാനും, നിൻ്റെ സങ്കടങ്ങളിലെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയെ അറിയിക്കുന്നുണ്ട്, നീ ഈശോയെ ഏറ്റുപറയുക മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമായി നാം അറിഞ്ഞിരിക്കേണ്ടത്.
നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യുമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. മോശയ്ക്ക് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല. ജോഷയോടും ദൈവം പറഞ്ഞത് അത് തന്നെയാണ്, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നാളെ എന്ന് പഴയ നിയമത്തിൽ പറയുന്ന ദൈവം ഇന്ന് തന്നെ ഞാൻ നിനക്ക് വേണ്ടി, ഇന്ന് നിൻ്റെ കുടുംബത്തിനെ രക്ഷ കൈവന്നിരിക്കുന്നെന്ന് സക്കേയൂസിനോട് പറയുന്നതായി നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും, ഒറ്റപ്പെടുത്തലുകളെയും, സങ്കടങ്ങളെയും, പ്രതിസന്ധികളെയും എല്ലാം ഈശോയ്ക്ക് തന്നെ നമുക്ക് നൽകാം. പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ നമുക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കും. ഷീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.